പാലക്കാട് ജില്ല ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു പ്രദേശമാണ്. ചൂട് കൂടിയ ഒരു സ്ഥലം. മാത്രമല്ല വരണ്ട കാറ്റ് അവിടെ ഉള്ള ഒരു സ്ഥലവുമാണ്. ഒരു വല്ലാത്ത ഒരു അനുഭവമാണ് നമ്മൾ പാലക്കാട് വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ജലദൗർലഭ്യമാണ് അവിടെ. അവിടെ മലമ്പുഴ ഡാം ഉള്ളതുകൊണ്ട് മാത്രം അതിൽ നിന്ന് കൃഷിക്കും അതുപോലെ തന്നെ അടുത്തുള്ള കിണറുകളിലേക്കും ഒക്കെ വെള്ളം കിട്ടാറുണ്ട്. പക്ഷേ അത് തന്നെ വളരെ കുറവാണ്. ഇപ്പോൾ ജലത്തിൻ്റെ ലെവലെല്ലാം വളരെ കുറഞ്ഞിരിക്കുന്നു. അവിടെ ഈ അടുത്ത കാലം വരെ, അതായത് ഒരു 5-6 വർഷം മുമ്പ് വരെ നമുക്ക് അറിയാം, ഈ പ്ലാച്ചിമട സമരമൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. എത്ര നാൾ സമരം ചെയ്തതാണ് ആ കോള ഫാക്ടറി. ആ കോള ഫാക്ടറി അവസാനം അത് കൂട്ടിക്കെട്ടുന്ന സ്റ്റേജ് എത്തിയില്ലേ? ഒരു നിവൃത്തിയില്ല. കാരണം എന്താ, ഭൂഗർഭജലം അവർ സബ്റ്ററേനിയൻ വാട്ടർ അത് വലിച്ചെടുത്തിട്ട് അത് മുഴുവൻ കുഴൽക്കിണർ ഉപയോഗിച്ച് വളരെ വലിയ പമ്പ് ഉപയോഗിച്ച് വലിച്ചെടുത്ത് അത് കോള ആക്കി മാറ്റി അത് വിറ്റു ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിക്കൊണ്ടുപോകുന്നു. ലോക ഭീമന്മാരാണ് അവർ, വ്യവസായ ഭീമന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവസാനം അവിടെ നിന്ന് ഓടിച്ചു വിടാൻ പെട്ട പാട് അത്രയും ആ ജനങ്ങൾക്കറിയാം. അവിടെ ഈ സ്ത്രീകളെന്നൊക്കെ പറയുന്നവർ കുടമൊക്കെ എടുത്തുകൊണ്ടുണ്ടല്ലോ, കിലോമീറ്ററുകൾ നടന്നാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത്. അതായത് ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് വെള്ളമാണ്, കുടിക്കാനുള്ള വെള്ളം. അത് കിട്ടുന്നില്ലെങ്കിൽ, കുടിനീര് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് എത്രത്തോളം ദൗർലഭ്യമുള്ള വേറെ ഒരു സ്ഥലവും കേരളത്തിലില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ അവിടുത്തെ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഈ സബ്റ്ററേനിയൻ വാട്ടർ, കാരണം മിനറൽസ് റിച്ച് ആണത്. റിച്ച് ഇൻ മിനറൽസ് ആണ് ആ ഉള്ള വെള്ളം എന്ന് പറയുന്നത്. അത്രത്തോളം നല്ലതാണ്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമാണ്. കച്ചവടക്കണ്ണുള്ള ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി മധ്യപ്രദേശിലെ സ്ഥാപിതമായിട്ടുള്ള ഒരു കമ്പനിയാണ്. മധ്യപ്രദേശിലാണ് അതുള്ളത്. അവരിതുപോലെ നോക്കുമ്പോൾ അവർ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ബ്രൂവറി, വൈനറി, ബ്രൂവറി, അതേപോലെ തന്നെ ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുക, ആൾക്കഹോൾ ഉൽപ്പാദിപ്പിക്കുക, അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുക, ഇതൊക്കെ ചെയ്യും. അവർ വളരെ സൂത്രത്തിൽ വന്നിട്ട് ഇവിടെ വന്ന് രാഷ്ട്രീയക്കാർ അതിന് വളരെ സഹായിയായിട്ട് നിൽക്കുമല്ലോ. അത് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, ചൂണ്ടിക്കാണിക്കാന്നുള്ളതേ ഉള്ളൂ. ആ രീതിയിലാണ്. കാരണം ഇത് പറഞ്ഞില്ലെങ്കിലും ആളൊക്കെ മുഴുവൻ അറിയാം ആരാണ്. അപ്പോൾ അവിടെ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ട് MP ഒക്കെ ആയിരുന്നു. അവിടുന്ന് MP ആയിരുന്ന സമയം അന്നൊക്കെ ഈ കുടിവെള്ളത്തിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളതും MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി ഇറങ്ങുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ അദ്ദേഹം അവർക്കൊരു നല്ല സഹായം ചെയ്തു കൊടുത്തു. പാലക്കാരിൽ നിന്ന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിട്ടതല്ലേ, അവർക്ക് നല്ലൊരു സഹായം ഇപ്പം ചെയ്തു കൊടുത്തു. ആ മന്ത്രി ഒരു കാര്യം ചെയ്തു കൊടുത്തു. ഈ ഒയാസിസ് കമ്പനിക്ക് ഇവിടെ പാലക്കാട്ട് ഒരു ബ്രൂവറി സ്ഥാപിക്കാനായിട്ട് ഉള്ള ലൈസൻസ് അദ്ദേഹവും മുഖ്യമന്ത്രിയും കൂടെ ചേർന്നുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ആലോചിച്ച് റെഡിയാക്കി അങ്ങ് കൊടുത്തു. അപ്പോൾ ഒരു തീരുമാനം കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങൾ മാത്രം ഒന്ന് ആലോചിക്കണം. ഈ കമ്പനി എന്ന് പറയുന്നത് വളരെ നല്ല കമ്പനിയും നല്ല ട്രാക്ക് റെക്കോർഡെന്നുള്ള ആളുകളുമായിട്ടാണ് വിശേഷിപ്പിച്ചേക്കുന്നത് കേട്ടോ. അവരെക്കുറിച്ച് വളരെ പുകഴ്ത്തി പറഞ്ഞേക്കാണ് ഇത് കൊടുക്കാനുള്ള തീരുമാനത്തിനകത്ത്. ആ തീരുമാനത്തിനകത്ത് പുകഴ്ത്തി പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ആളുകളില്ല, വളരെ നല്ല ആളാണ്, അവർ കൊഞ്ചിനെ കരിമന്തിയാക്കുന്നവരാണ്, ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഇത് സംഭവം എന്തോന്നറിയോ, ഒന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത്. ഇവർ ഡൽഹിയിൽ ഇപ്പോൾ കേജ്രിവാൾ കുറേ നാൾ അകത്ത് കിടന്നല്ലോ. അത് സിസോദിയ തുടങ്ങിയ ആളുകളെല്ലാം എന്തിനകത്ത് കിടന്നേ? ഇതേപോലുള്ള ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഇതുപോലുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നതിന് അനധികൃതമായി കൈക്കൂലി കിക്ക് ബാക്ക് വാങ്ങി എന്നുള്ള രീതിയിലാണ്. അതിനുവേണ്ടിയാണ് അത് അന്വേഷിച്ചപ്പോൾ EDയും അതുപോലെ CBIയും ഒക്കെ അന്വേഷിച്ച് ഇവരെയൊക്കെ അകത്താക്കിയത്. അതിനകത്ത് ഉൾപ്പെട്ട കമ്പനിയാണിത്. ഈ കമ്പനിയാണ് അതിൻ്റെ ആളുകൾ ഇത് റെഡിയാക്കി കൊടുത്തേക്കുന്നത്. അവർ വിചാരിച്ചപ്പോൾ കേജ്രിവാളിനെ ഒരു പരിവാക്കി കൊടുത്തു. ഇനി അവർക്ക് അടുത്തത് പഞ്ചാബിൽ ഇവർ ഇതുപോലൊരു ബ്രൂവറി സ്ഥാപിച്ചതിന് സ്ഥാപിച്ച സ്ഥലത്തിൻ്റെ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലം മുഴുവൻ അവർ നശിപ്പിച്ചു. അത് നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വേസ്റ്റ് ഡംപ് ചെയ്യുന്നത്, ഒന്ന്. പിന്നെ 2
ഇത് ഇന്ന് വേസ്റ്റ് വാട്ടർ ഇതിനകത്തുണ്ട്, ഒരു ഉപയോഗവും പിന്നില്ല. അത് വളരെ കണ്ടാമിനേറ്റഡ് ആണ്, അത് കെമിക്കൽ ചേർന്നതാണ്, ഒന്നും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഈ വാട്ടർ ഇവർ കുഴൽക്കിണർ ഉണ്ടാക്കിയിട്ട് ഭൂമിക്ക് അടിയിലോട്ട് വിടും. സബ്റ്ററേനിയൻ വാട്ടർ വരെ പൊല്യൂട്ടഡ് ആവും. ഇപ്പൊ പാലക്കാട് ആകപ്പാടെ കിട്ടുന്ന ഈ സബ്റ്ററേനിയൻ വാട്ടറാണ്, ഈ ഭൂമിക്കടിയിൽ നിന്നുള്ള ആ ജലമാണ് കിട്ടുന്നത്. പുറത്തൊന്നും ജലം കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന ഉടനെ അതിനകത്ത് ഇത് കുഴിച്ചിറക്കി അതിനകത്തോട്ട് വിടുകയാണ്. ഇവിടെ തന്നെ എത്ര കമ്പനികളാണ് നമ്മുടെ പെരിയാറിലേക്ക് രാസമാലിന്യങ്ങളും മറ്റ് വേസ്റ്റുകളും അഴുക്കും തുറന്നു വിടുന്നത് നമ്മൾ കാണുന്നു. എത്ര പറഞ്ഞാലും എത്രയൊക്കെ ചെയ്താലും അവരോട് പിടിച്ചു നിൽക്കാൻ ആർക്കും ഒക്കത്തില്ല ജനങ്ങൾക്ക്. കാരണം ഇവന്മാർ ഇതുപോലെ ചെയ്യും. അവർക്ക് എളുപ്പമുള്ള രീതിയിൽ അവർ ചെയ്യും. എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റുമോ? എപ്പോഴും ചിലപ്പോൾ പെരിയാറിലെ ജലം ചുമന്നിരിക്കും, ചിലപ്പോൾ പച്ച അറത്തിയിരിക്കും, ചിലപ്പോൾ നീല അറത്തിയിരിക്കും. അതിൻ്റെ കാരണം മുഴുവൻ ഈ കെമിക്കലും അതുപോലുള്ള വിഷമാണ്. ഈ നാട്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുടിക്കുന്ന വെള്ളം യഥാർത്ഥത്തിൽ ഇതാണ്. അത് നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ അതുമല്ല പ്രശ്നം, അതിലും ഗുരുതരം. ഇവിടെ അങ്ങനെയുള്ള വെള്ളം കിട്ടാനില്ല. പിന്നെ കിട്ടുന്നത് സബ്റ്ററേനിയൻ വാട്ടറാണ് കിട്ടുന്നത്. ആ സബ്റ്ററേനിയൻ വാട്ടർ കിട്ടാനായിട്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ സംസാരിക്കുന്ന കേട്ടതാണ്. ആ പഞ്ചായത്തിൽ അവർ പല നടപടികൾ എടുത്തു. മഴക്കുഴികൾ ഒരുപാട് എടുത്തു. കാരണം മഴക്കാലത്ത് വെള്ളം അവിടെ കെട്ടി നിർത്തിയിട്ട് ഒട്ടും ഒഴുകിപ്പോകാതെ ഭൂമിക്കടിയിലേക്ക് വിടാൻ. എന്തിന്? സബ്റ്ററേനിയൻ വാട്ടർ വൃത്തിയാക്കി എടുക്കാനും അവിടെ വെള്ളം സംഭരിക്കാനും ഭൂമിക്കടിയിൽ. ഈ പാവങ്ങൾ അങ്ങനെ ചെയ്താണ് അവിടെ ഇപ്പൊ കുടിവെള്ളം ഉള്ളത്. അതില്ലാതാക്കാനുള്ള മാർഗമാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഈ പഞ്ചാബിലെ കമ്പനി അവിടെ നിന്ന് ഓടിച്ചുവിടുകയാണ് അവര്, പഞ്ചാബുകാര്. കാരണം അവിടെ ചെന്നിട്ട് ഇതുപോലെ ആയി അവർ പിന്നെ കണ്ടുപിടിക്കുന്നത് അവിടെ മുഴുവൻ മലിനമാക്കി ആ പ്രദേശം 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആ സ്ഥലങ്ങൾ അവർ നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ കുഴൽക്കിണർ കുഴിച്ച് താഴോട്ട് ഇറക്കി വിടും. സാധാരണ നമ്മൾ കുഴൽക്കിണർ വെച്ച് കുഴിച്ചിട്ട് അതിൽ നിന്ന് മോട്ടോർ വെച്ച് വെള്ളം വലിച്ചെടുക്കാൻ ശ്രമിക്കും. അതിന് പകരം ഇത് താഴേക്ക് ഇറക്കുമ്പോൾ ഇതാരും കാണത്തില്ല. കാരണം ഇത് ഒരു മനുഷ്യനും കാണാൻ പറ്റത്തില്ലല്ലോ. ഈ വേസ്റ്റ് വാട്ടർ മുഴുവൻ താഴേക്ക് വിട്ടിട്ട് അവിടുത്തെ സബ്റ്ററേനിയൻ വാട്ടർ മുഴുവൻ അവർ നശിപ്പിച്ചു. ആ പ്രദേശം ഒന്നിനും കൊള്ളരുതാത്താക്കി. അങ്ങനെ ചെയ്ത ഒരു കമ്പനിയാണ് ഈ രാജേഷ് എല്ലാം കൂടെ ചേർന്ന് ഇവിടെ വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ പുറകിലെ ശ്രീ സതീശൻ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. കിട്ടിയെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്യും, അതങ്ങ് തിരിച്ചു കൊടുക്കുക അവരെ വിളിച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മുതലാവുന്നത് എടുത്തിട്ട് ബാക്കി അങ്ങ് കൊടുത്ത് വിട്. യവന്മാരെ ഈ നാട്ടിൽ കയറ്റരുത്. കാരണം പാലക്കാട് കയറ്റിയാൽ, ഞാൻ പാലക്കാട് ഇപ്പോൾ MP ശ്രീകണ്ഠൻ പറയുന്നത് ഞാൻ കേട്ടു. കാരണം അവിടെ കാല് കുത്താൻ സമ്മതിക്കത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. വലിയ ജനപ്രക്ഷോഭം തന്നെ ഉണ്ടാവും. എന്തിന് ആളുകളെ ഉപദ്രവിക്കുന്നത്? ഇങ്ങനെ ഇതുപോലെ പണം വാങ്ങിക്കൊണ്ട് ഈ രീതിയിൽ അല്ലെങ്കിൽ അഴിമതി നടത്തിക്കൊണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥർ ഇതിന്റെ പുറകിലുണ്ട്. കാരണം എന്താണെന്നറിയോ? വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇന്നലെ ഞാൻ പറയുന്നത് കേട്ടു, ഞാൻ അറിഞ്ഞില്ല, മറ്റേതാണ്, ബ്രൂവറി എന്നൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞേക്കുന്നത് എത്തനോളിന്റെ ഉണ്ടാക്കാനാണ്. എത്തനോൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇയാൾ അന്വേഷിക്കട്ടെ. കിൻഫ്രയുടെ സ്ഥലത്ത് ഉള്ള വെള്ളം അവിടെ സംഭരണിയിൽ നിന്ന് ആ വെള്ളം ഇവർക്ക് കൊടുത്തോളാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവർക്ക് ഇതൊന്നും പോരാ. ഇവർക്ക് 10 ലക്ഷം ലിറ്റർ വെള്ളം വേണം ഒരു ദിവസം. അതാ വേണ്ടത്. ഇത് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ ഈ അത്രയും വെള്ളം കൊടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഒന്നാമത് വരൾച്ച ഭയങ്കരമാണ്. മലമ്പുഴ ഡാമിൽ തന്നെ വെള്ളമില്ല. ആ ഡാമിൽ നിന്ന് എന്തായാലും വെള്ളം എടുത്ത് ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കൃഷികളെല്ലാം നശിക്കുന്നു, കാരണം അവിടെ വെള്ളം കുറവുണ്ട്. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. അവരെങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗം അവിടെ ഇതുപോലെ. അപ്പൊ അതിന് പറഞ്ഞേക്കുന്നത് എന്താ? ഇപ്പോ നമ്മുടെ വളരെ തത്വ ആചാര്യൻ ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഞാൻ കേട്ട്, ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞേക്കുന്നത് വളരെ ഇതിൽ നിന്നൊന്നും വെള്ളം എടുക്കുന്നില്ല. അവിടെ മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളം എടുക്കും. ഈ മഴവെള്ള സംഭരണിയിലെ വെള്ളം ഭൂമിയിൽ വീഴണ്ടേ? എന്നല്ല ഭൂമിക്കകത്ത് വെള്ളം കിട്ടുള്ളൂ. അത് മൊത്തം യവന്മാർ മണ്ടയിൽ നിന്ന് എടുത്തോണ്ടങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്ത് വെള്ളം കിട്ടുമോ? മഴ പെയ്താൽ ഭൂമിക്കടിയിൽ വെള്ളം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവൻ സംഭരിക്കാൻ ഒക്കത്തില്ല. അതിന്റെ മറവിൽ ഇവർ വേറെ ചെയ്യും. ഈ സംഭരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ മുഴുവൻ വീണ്ടും നശിക്കല്ലേ, ഒന്നും ഇല്ലാതായി പോകത്തില്ലേ, വെള്ളം ഇല്ലാതാവുമല്ലോ. അപ്പം മഴയെന്ന് പറയുന്നത് തന്നേക്കുന്നത് ഈ കമ്പനിക്ക് കൊടുക്കാനുള്ളതാണ്. അവന്മാർക്ക് എഴുതി കൊടുക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഇവിടുത്തെ ഗവൺമെന്റിന് തന്നെ അവകാശമുണ്ടോ മഴ പിടിച്ചെടുക്കാൻ? മഴ ആ ഭൂമിക്ക് വേണ്ടതാണ്. അവിടെ ജനങ്ങളുടെ ആവശ്യമാണ്. അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് വേണം ഈ മഴ, അതല്ലാതെ ഇവർക്ക് സംഭരിക്കാനുള്ളതല്ല. ഇനി ഇതിന്റെ രസം എന്താ? ഒരൊറ്റ ദിവസം ഒരു വാട്ടർ അതോറിറ്റിയിൽ ഒരാൾ ഒരു വാട്ടർ കണക്ഷന് വേണ്ടി അപ്ലൈ ചെയ്താൽ അവന്റെ അപ്പുപ്പന്റെ
ജാതകം വരെ ഹാജരാക്കാൻ പറയും മൊത്തം. കാരണം അത്രയും ഡോക്യുമെന്റ്സ് ഒക്കെ വേണം, ദിവസങ്ങൾ കയറി ഇറങ്ങണം, ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. പക്ഷേ യവന്മാർ വന്നപ്പോൾ രാവിലെ അങ്ങോട്ട് കൊടുത്തു, ഉച്ചയായപ്പോഴത്തേക്ക് ഓർഡർ റെഡി. അതെ, ഇതൊന്നും അറിഞ്ഞില്ല. അത് കിൻഫ്രയ്ക്ക് സംഭരണിയിൽ നിന്ന് കൊടുക്കാൻ. ഏത് സംഭരണിയിൽ നിന്നായാലും വെള്ളമല്ല ആണല്ലോ കൊടുക്കുന്നത്, ജനങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളമല്ലേ എടുത്ത് കൊടുക്കുന്നത്, അത് ഈ മദ്യ നിർമ്മാണ യൂണിറ്റിന്. ഇനി ഞങ്ങളുടെ നയം എന്ന് പറയുന്നത് മദ്യവർജനമാണ്, അല്ലാതെ മദ്യ നിരോധനമല്ല. അത് രസകരമായ ഒരു കാര്യമാണ്. ഇത് തമ്മിലുള്ള വിരോധം, ഇത് വ്യത്യാസം എന്ന് പറഞ്ഞാലേ, മദ്യവർജനം എന്ന് പറഞ്ഞാൽ ആളുകൾ വേണ്ടാന്ന് വെക്കണം, മദ്യം വേണ്ടാന്ന് വെക്കും. ഈ കണക്കിന് പോയാൽ ഇവിടെ കേരളം വലിയ കുടിയന്മാരുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കാം വേറെ എങ്ങും ഇവന്മാരെ കയറ്റത്തില്ല കേട്ടോ. കാരണം ഡൽഹിയിലെ കാര്യം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, അതുപോലെ തന്നെ ഈ പഞ്ചാബിലെ കാര്യം എല്ലാവർക്കും പരസ്യമായി, വേറെ എങ്ങും ഇവരെ കയറ്റത്തില്ല. അപ്പം നോക്കിയപ്പോഴാണ് നല്ല കുടിയന്മാരുള്ള സ്ഥലം നോക്കിയപ്പോൾ ഭയങ്കര, എത്ര പണം വേണമെങ്കിലും ഒരു മുടക്കും. അതിന്റെ കാരണം എന്താണെന്നറിയോ? അവർക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല പണം മുടക്കുന്നത്, എത്ര മുടക്കിയാലും ശരി. അതായത് ഒരു 25 രൂപ ചെലവിൽ ഉണ്ടാക്കുന്ന മദ്യം അവർക്ക് 2000 രൂപയ്ക്ക് വിൽക്കാം, അല്ലെ 1500, 2000, 500, 1000 ഒക്കെ വിൽക്കാം. 25 രൂപ ചെലവാക്കിയാൽ മതി. അങ്ങനെയുള്ളപ്പോൾ അവർ ഇതിന് അത്രത്തോളം ലാഭകരമായ ഒരു ബിസിനസ്സാണിത്. എന്നിട്ട് എന്താണ്, ഇവർക്ക് ഒരു ടെൻഡർ വിളിക്കാതെ ഇവർക്ക്, അപ്പൊ ടെൻഡർ ആവശ്യമില്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നേക്കാണ്. ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ ഇവരെന്ത് ചെയ്യൂ? ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്തു കൊടുക്കുമോ? ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വിഷം ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ആളുകൾ കുടിച്ചു മരിച്ചോട്ടെ എന്ന് വിചാരിച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുക, ബ്രൂവറി, ഇതിനൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെന്റ് വന്നു. അപ്പോഴും പിന്നെ നമുക്ക് അതിന് ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ല. ഇതിന് ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇതല്ലാത്ത കാര്യങ്ങളെല്ലാം അതിൽ നടന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പോലും ഒരു മണിക്കൂറുകൾ കൊണ്ടാണ് അതിന് സാങ്ഷൻ വാങ്ങിയേക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അതിന് അനുമതി കൊടുക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാൻ ഒക്കത്തില്ല. പിന്നെ ഇത് പഞ്ചായത്തിനെ അറിയിച്ചിട്ട് പോലുമില്ല. ആ ലോക്കൽ ബോഡി ഇത്രയൊക്കെ അവർ ചെയ്തു ആ നാടിന് വേണ്ടി. കാരണം അവിടെ ജല ദൗർലഭ്യം പരിഹരിക്കാനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു പഞ്ചായത്താണ്. അവരെടുത്ത് പോലും അവരെ ഒന്നും അറിയിച്ചിട്ടില്ല. കാരണം വളരെ അതീവ രഹസ്യമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് വലിയ ജനപ്രക്ഷോഭം ഉണ്ടാവും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. ശ്രീ പിണറായി വിജയൻ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അങ്ങ് ഇവിടുത്തെ മുഖ്യമന്ത്രിയല്ലേ, അങ്ങ് ഈ ജനങ്ങൾക്ക് വേണ്ടി വേണ്ട ജീവിക്കാൻ, അതല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ ഈ രീതിയിൽ ആണോ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ശ്രീ രാജേഷ്, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ അവിടുത്തെ വോട്ട് കൊണ്ട് നിങ്ങൾ ജയിച്ചു വന്ന ആളല്ലേ, എന്നിട്ടാണോ ആ ജനങ്ങളോട് ഇത്രയും വലിയ കടുങ്കൈ ചെയ്യേണ്ടത്? വേണം ആ നാട്ടുകാർക്ക്. കാരണം ഇതുപോലുള്ള ആളുകൾ ജയിപ്പിച്ചു വിടുമ്പോൾ അവർ അറിയണം, വിവരം അറിയണം, അല്ലേ എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. ഞാൻ അങ്ങനല്ല കരുതുന്നത്. ആ ജനങ്ങൾക്ക് നീതി കിട്ടണം. അവർക്ക് ഇത്രത്തോളം വലിയ പാരിസ്ഥിതിക പ്രശ്നമുള്ള ഒരു സംരംഭം അവിടെ കൊണ്ടുവരരുത് ഒരിക്കലും. നിങ്ങളവിടെ വേറെ എന്ത് സ്ഥാപനങ്ങൾ വേണമെങ്കിൽ കൊണ്ടുവന്നോളൂ. ഏതെങ്കിലും വ്യവസായങ്ങൾ ഈ കുഴപ്പമില്ലാത്ത വിധത്തിൽ വെള്ളം വലിച്ചെടുക്കാത്ത എന്തെങ്കിലും കാര്യം ചെയ്തോളൂ. ആ ജനങ്ങൾക്ക് വല്ല നന്മയും കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ. ഇത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ രീതിയിൽ ആ പാവങ്ങൾ അവസാനം വെള്ളം കിട്ടാതെ അവർ മരിക്കാനുള്ള ഇടം നിങ്ങൾ ഉണ്ടാക്കരുത്, വരുത്തരുത്. അത് ജനങ്ങളും തിരിച്ചറിയണം, ഇതിനെതിരെ പ്രതികരിക്കണം.